എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിലാണ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. AKR വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് ഒരു നാടൻ വിഭവമായ കക്കാർച്ചി ഫ്രൈയുമായിട്ടാണ്. കക്കാർച്ചി ഫ്രൈ പലരും പല സ്റ്റൈലിലും ഉണ്ടാക്കാറുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് എൻ്റെ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകളും വ്യത്യസ്തമായ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് 1/2 കിലോ കക്കാർച്ചിയാണ് എടുത്തേക്കുന്നത്. അതെല്ലാം വൃത്തിയായി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാതെന്ന് പറയുന്നത് ഇതിലെടുത്തേക്കുന്നത് സവാള 2 സവാള എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് അത് കീറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഉണ്ട്, 4 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയുണ്ട്, ഉപ്പുണ്ട്, ഉപ്പ് ആവശ്യത്തിന് വേണം. കടുക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയുണ്ട്. അതുകൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന മസാലകൾ എന്ന് പറയുന്നത് മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതുകൂടാതെ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി 1 നുള്ളി ചേർക്കുക. അതുകൂടാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, പെരുംജീരകപ്പൊടി 1 നുള്ള്. അപ്പോൾ ഇത്ര ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കടക്കാം. കുക്കിങ്ങിലേക്ക് കടക്കുന്നത് നമ്മൾ പാൻ എടുത്ത് വെച്ചുകൊണ്ട് പാൻ ഒന്ന് കത്തിച്ചു കൊടുക്കുക. പാൻ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വെളിച്ചെണ്ണയുമായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ നമുക്ക് അടുത്തത് തേങ്ങക്കൊത്തി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ടാവും, തേങ്ങക്കൊത്തി ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ല രീതിയിൽ മൂത്തെടുക്കണം. നല്ല മൊരിഞ്ഞു വരുന്ന രീതിയാണ്. നിങ്ങളെല്ലാം വീട്ടിൽ പരീക്ഷിക്കുന്നതെന്നറിയാം ഈ ഐറ്റം. കാരണം നമ്മുടെ നാടൻ വിഭവമാണ്, എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഐറ്റമാണ് കക്കാർച്ചി എന്ന് പറയുന്നത്. ഞാനൊരു ദിവസം ഞാൻ മറ്റേ ഇതിൻ്റെ കക്കാർച്ചിയുടെ വലിയ കക്കാർച്ചി കൊണ്ടുവരാം, ഈലിക്കക്ക. ഈ ലോക്ക്ഡൗൺ ആയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോക്ക്ഡൗൺ അല്ല, നമ്മുടെ ഇവിടെ ഈ ഏരിയയിലൊക്കെ കണ്ടെയ്ൻമെന്റ് സോണൊക്കെ കിടക്കുവാണ്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് കൊടുക്കാം. ഒന്ന് ആയി വരട്ടെ. വയ്ക്കെടുക്കുമ്പോഴത്തേന് നമുക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സവാള നല്ല രീതിയിൽ വയറ്റി ക്ലിയർ ആക്കി കിട്ടും. അതിനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആയി വരട്ടെ. നോക്കണം, ചില സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ തികയാതെ വരുമ്പോൾ സ്വല്പം വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് കൂടാതെ വെച്ചാൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. അതായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഒരടപ്പെടുത്ത് തളച്ച് വെക്കണം കുറച്ച് നേരം ആയി വരാൻ വേണ്ടി.
അത് കറക്റ്റായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ക്ലിയറായിട്ട് വെക്കണം, കാരണം ഒന്ന് വെന്ത് വരാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇരുപത് നല്ല ബ്രൗൺ കളർ നല്ല എല്ലാം വെന്ത് പച്ചമണമൊക്കെ ഒരു രീതിയിൽ മാറിയിട്ടുണ്ട്, കാരണം നല്ല ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പം അത് കൂടാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഐറ്റമാണ് കറിവേപ്പില ഇടുമ്പോൾ നമ്മൾ തണ്ട് ഒടിച്ചിടുക. അപ്പം ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതൊന്നും കൂടെ ചിക്കി കൊടുത്ത് ചിക്കി എടുക്കുക. ചിക്കി എടുത്തതിന് ശേഷം നമ്മൾ കക്കാറച്ചി റെഡിയാക്കി കക്കാറച്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കത് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സാക്കി നല്ല പരുവാക്കി എടുക്കണം, കാരണം എല്ലാം ഈ സൈഡിൽ നിന്ന് അതിൻ്റെ സവാളയും കാര്യങ്ങളൊക്കെ എൻ്റെ മുകളിലോട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കണം. ഒരിക്കലും ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കാൻ നിൽക്കരുത്, കാരണം ചിലവർ വിചാരിക്കും നമ്മൾ കരിഞ്ഞു പോകും. ഒരിക്കലില്ല, കാരണം ഈ കക്കാർച്ചിക്കകത്ത് ഓൾറെഡി സ്വല്പം വെള്ളം ഉള്ളതാണ് ഇറച്ചിക്കകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിടിച്ചോളാം അതിനകത്തോട്ട്. പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് നോക്കാം, നമുക്ക് ഇതിനകത്ത് ഉപ്പ് വല്ലതും വേണം. ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇപ്പം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഇളക്കി എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, കുറച്ചേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വെന്ത് റെഡിയാകും. അടപ്പ് ഓക്കെ, നമുക്ക് കുറച്ചേരം അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇത് നല്ല ബ്രൗൺ കളർ നല്ല എല്ലാം വെന്ത് പച്ചമണമൊക്കെ ഒരു രീതിയിൽ മാറിയിട്ടുണ്ട്, കാരണം നല്ല ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പം അത് കൂടാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഐറ്റമാണ് കറിവേപ്പില ഇടുമ്പോൾ നമ്മൾ തണ്ട് ഒടിച്ചിടുക. അപ്പം ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതൊന്നും കൂടെ ചിക്കി കൊടുത്ത് ചിക്കി എടുക്കുക. ചിക്കി എടുത്തതിന് ശേഷം നമ്മൾ കക്കാറച്ചി റെഡിയാക്കി കക്കാറച്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കത് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സാക്കി നല്ല പരുവാക്കി എടുക്കണം, കാരണം എല്ലാം ഈ സൈഡിൽ നിന്ന് അതിൻ്റെ സവാളയും കാര്യങ്ങളൊക്കെ എൻ്റെ മുകളിലോട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കണം. ഒരിക്കലും ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കാൻ നിൽക്കരുത്, കാരണം ചിലവർ വിചാരിക്കും നമ്മൾ കരിഞ്ഞു പോകും. ഒരിക്കലില്ല, കാരണം ഈ കക്കാർച്ചിക്കകത്ത് ഓൾറെഡി സ്വല്പം വെള്ളം ഉള്ളതാണ് ഇറച്ചിക്കകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിടിച്ചോളാം അതിനകത്തോട്ട്. പിന്നെ ഇത് നമ്മൾ ലാസ്റ്റ് നോക്കാം, നമുക്ക് ഇതിനകത്ത് ഉപ്പ് വല്ലതും വേണം. ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇപ്പം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഇളക്കി എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, കുറച്ചേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വെന്ത് റെഡിയാകും. അടപ്പ് ഓക്കെ, നമുക്ക് കുറച്ചേരം അടച്ചു വെച്ചേക്കാം. അപ്പം അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിലെ വെക്കാവുള്ളൂ. അപ്പോൾ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് ആയി വരട്ടെ. ആയി വരുമ്പോഴത്തേക്ക് ഇത് ആപ്പാടെന്ന് വെച്ചാൽ മാക്സിമം പെട്ടെന്ന് ആക്കാവുന്ന ഒരു വിഭവമാണ്. ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യമുള്ള സംഭവം റെഡിയാക്കി എടുക്കണം. വെന്ത് നല്ല സ്മെല്ലാണ്, നല്ല മണമാണ് ഇത്. ഓക്കെ, നമുക്കപ്പോൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇറച്ചി വെന്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അതിൻ്റെ വെള്ളം ഇറങ്ങുന്നത് ശ്രദ്ധിച്ചില്ലേ? വെള്ളം സൈഡിലോട്ട് ഇറങ്ങുന്നുണ്ടല്ലേ? ഇതൊക്കെ അതിനകത്തുള്ള വെള്ളമാണ്. അപ്പം മാക്സിമം വെള്ളം ചേർക്കാതിരിക്കുക. അതിനകത്ത് വെള്ളം ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഒരു ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാകും. അപ്പോൾ ഒന്നുകൂടെ അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കക്കാർച്ചി ഫ്രൈ റെഡി ആയിരിക്കുന്നു. അപ്പം ഈ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, കാരണം നല്ല വെള്ളമൊക്കെ മാറി നല്ല ഫ്രൈ രീതിയിൽ നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യാനറിയാം, പക്ഷേ ഈ മെത്തേഡിലുള്ള ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കത് വേറെ പാത്രത്തിലൂടെ ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കക്കാർച്ചി ഫ്രൈ ടോട്ടലി ഫുള്ളായിട്ട് റെഡി ആയിരിക്കുന്നു.
അത് നല്ല ശ്രദ്ധിച്ചില്ലേ, നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല ചൂടുണ്ട്. കുരുമുളക് ശ്രദ്ധിക്കുക, ചിലർക്ക് വേണ്ട കുറയ്ക്കാൻ, നല്ല എരിവുണ്ട്. അപ്പം എരിവ് വേണം, എനിക്ക് ഭയങ്കര നമ്മുടെ ഏരിയയിലൊക്കെ എരിവ് ഭയങ്കര ഇതാണ്, എരിവ് എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വിഭവമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ, താങ്ക് യു ഓൾ.